ചേട്ടൻ ഇപ്പം അബ്രോഡിലൊക്കെ ഷോസ് ആ കുറച്ച് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ കുറച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ദുബായ് സ്ഥലത്തേക്കാണ് പോയിക്കുന്നത്. അവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ പറയണ അവർ തരണ പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട്? ആ കാലഘട്ടത്തിൽ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ പാടും. പിന്നെ എൻ്റെ പേര് ഒരുപാട് കൺഫ്യൂസ് ചെയ്ത ഒരു പേരാണ്. ഈ ബഷീർ എന്നുള്ള പേര് ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ അറിയാമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പുറത്ത്. മനസ്സിലായി. ഞാൻ വളർന്നു വന്ന സാഹചര്യവും ഞാൻ ഇടപെടുന്ന ഏരിയയുടെ പ്രത്യേകതയും കൊണ്ട് എനിക്കധികം മാപ്പിളപ്പാട്ടുകളൊന്നും അറിയില്ല. അല്ല, അത് പറയുമ്പോഴാണ് നമുക്ക് റിയാലിറ്റി ഷോയിലും ചേട്ടൻ അതെ 2010 അതും ഈ പറഞ്ഞ പോലെ ഒരു സംഗീതപമകരി, ഒരു കരയാനും പറയാനും മനം തുറന്നിരക്ക, അങ്ങനെ 2 പാട്ട് എനിക്ക് അറിയുള്ളൂ. പക്ഷെ അതെനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ അവിടെ ചെന്നതിന് ശേഷം മാപ്പിളപ്പാട്ടിൽ ഇത്ര അധികം വെറൈറ്റീസ് ഉണ്ടെന്നും ഇത്രയധികം കാറ്റഗറീസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയത് ആ മത്സരത്തിന് വന്നപ്പോഴാണ്. പ്രോഗ്രാമിലോട്ട് ഇത്രയധികം വെറൈറ്റീസ് ഉള്ള ഒരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവായിരുന്നു. പിന്നെ കുറച്ചാൾ ഞാൻ 2010 മത്സരത്തിന് ശേഷം ഏതാണ്ട് 2024 ലാസ്റ്റ് വരെ പകുതി വരെ ഞാനൊരു 11 സീസണോളം അവിടെ ഗ്രൂമറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ?